നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ടോറസ് ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ്സിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ ശ്രേയസ്, സുദീപ്, അരുൺകുമാർ, ശാന്തകുമാർ, ഭരത്, ചിരന്ത്, അർജുൻ, ഹാരിഷ്, നാഗേഷ് ഹരിഹരൻ, മരത്, രാജ്കുമാർ, നാഗരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ രാജ്കുമാറിനും നാഗരാജനുമാണ് ഗുരുതര പരിക്ക്. ടോറസിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ഷാക്കിറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ 1:30 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്നും ഇടത്തോട്ട് തിരിയുന്നതിന് പകരം ബസ് വലതുഭാഗത്തുകൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ടോറസ് ബസ്സിലിടിക്കുകയായിരുന്നു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിൽ തകർത്തു. മുസ്ലിം വീട്ടിൽ സുഹറയുടെ വീട്ടുമതിലാണ് തകർന്നത്. സമീപത്തെ 4 കടകളുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. ദിശ മാറി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് അത്താണി ജംഗ്ഷനിൽ പതിവായിരിക്കുകയാണ്. അരിമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രോത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ. തമിഴ്നാട് സ്വദേശിനി പളനിയമ്മാളിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പേരമംഗലം സ്വദേശികളുടെ കുഞ്ഞിന്റെ മാലയാണ് പൊട്ടിച്ചത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം തിങ്കളാഴ്ച വലിയ തിരക്കായിരുന്നു. ഇതിനിടെ രാത്രി 7:00 കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും മാല പൊട്ടിച്ചെടുത്ത യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ അവർ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി. ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയെ പിന്നീട് അന്തിക്കാട് പോലീസിന് കൈമാറി. ക്ഷേത്രോത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ യുവതിയെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. ദീപപ്രഭയിൽ കുളിച്ച് കുന്നംകുളം. ചരിത്ര പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ധനഹ പെരുന്നാളിന് ആവേശമായ തുടക്കം. നാടും നഗരവും ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കെ കുന്നംകുളത്തിന്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ധനഹ പെരുന്നാളിന് തുടക്കമായി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിന്റെ സ്മരണ പുതുക്കുന്ന ആഘോഷം ജാതിമത ഭേദമന്യേ കുന്നംകുളത്തുകാർ ഒരേ മനസ്സോടെയാണ് കൊണ്ടാടുന്നത്. പെരുന്നാളിന്റെ പ്രധാന ആകർഷണമായ പിണ്ടികൾ അലങ്കരിക്കുന്ന തിരക്കിലാണ് നാടും നഗരവും. പ്രധാനമായും അങ്ങാടികളിലാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദീപാലംകൃതമായ അങ്ങാടികൾ കുന്നംകുളത്തെ പ്രത്യേകതയാണ്. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ പിണ്ടികളിൽ മൺചിരാതുകൾ, മറ്റ് അലങ്കാര വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. തെക്കേ അങ്ങാടി, സെന്റ് മത്യാസ് പള്ളി, വടക്കേ അങ്ങാടി, കിഴക്കേ അങ്ങാടി, പടിഞ്ഞാറേ അങ്ങാടി തുടങ്ങിയ വിവിധ പള്ളികളിൽ പെരുന്നാൾ ശുശ്രൂഷകൾ, പ്രദക്ഷിണങ്ങൾ തുടങ്ങിയവ നടക്കും. വിവിധ ഇടവകകളിൽ നിന്നുള്ള ആഘോഷാരവങ്ങൾ അങ്ങാടി കേന്ദ്രീകരിച്ച് സംഗമിക്കുന്നതാണ് പെരുന്നാളിന്റെ പ്രധാന രീതി. വിവിധ പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളും നടക്കും. കേവലം ഒരു ക്രൈസ്തവ ആഘോഷം എന്നതിലുപരി കുന്നംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേരുന്ന സാംസ്കാരികോത്സവം കൂടിയാണിത്. വിദേശങ്ങളിൽ നിന്നുള്ളവർ പോലും പിണ്ടിപ്പെരുന്നാൾ കൂടാനായി നാട്ടിലെത്താറുണ്ട്. ഗുരുവായൂർ തിരുവെങ്കിടചലപതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാറനാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാറനാട്ട്, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ, രാജു പെരുവഴിക്കാട്ട്, പി രാഘവൻ നായർ, വിജയകുമാർ അകമ്പടി, ഹരി വടക്കൂട്ട്, ഉണ്ണി കാഞ്ഞുള്ളി എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 20 മകരച്ചൊവ്വ മഹോത്സവം. ഇന്ത്യയെ തൊട്ടറിയാൻ ഓട്ടോ യാത്രയുമായി വിദേശി. അമേരിക്കൻ സ്വദേശിനി ഷൈൻ ആണ് ഓട്ടോയിലൂടെ സഞ്ചാരം നടത്തി ഈ രാജ്യത്തിന്റെ സംസ്കാര പൈതൃകം തൊട്ടറിയുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന അഡ്വഞ്ചർ ട്രിപ്പിന്റെ ഭാഗമായുള്ള യാത്രയിൽ അമേരിക്കൻ സ്വദേശി ഷൈൻ യുവാക്കളുടെ ഈ കാലഘട്ടത്തിലെ മാനസിക ചിന്തകളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായുള്ള ഡോക്യുമെന്ററി ചിത്രീകരണവും നടത്തി.
കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ യാത്ര തിരിച്ച ഷെയ്നും സുഹൃത്ത് റോമിനും സഹായി ലിജോ ചാക്കോയും 14 ദിവസത്തെ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 3200 കിലോമീറ്റർ സഞ്ചരിച്ച് രാജസ്ഥാനിലെ ജയ്സൽമേർ എന്ന സ്ഥലത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചെത്തുന്ന മറ്റു ടീമംഗങ്ങളുമായി സംഗമിക്കും. യാത്രയിൽ കണ്ടുമുട്ടുന്ന 20നും 35നും മധ്യേ പ്രായമുള്ള യുവാക്കളുമായി ആശയവിനിമയം നടത്തുകയും പഠനം നടത്തുകയുമാണ് യാത്രയുടെയും ഡോക്യുമെന്ററി നിർമ്മാണത്തിന്റെയും ലക്ഷ്യം. 2 കൊല്ലത്തോളം ഷെയ്ൻ ഈ ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കും. അഞ്ഞൂർ സ്വദേശി ലിവിന്റെ വീട്ടിലെത്തിയ സംഘം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ചെലവഴിച്ചാണ് യാത്ര പുനരാരംഭിച്ചത്. പ്രത്യേകമായി സജ്ജീകരിച്ച ഓട്ടോറിക്ഷയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയ്സൽമേർ വരെ യാത്ര ചെയ്യുകയാണ്. ഈ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ വർക്കി ബോയ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. സീയിങ് ദ അൺസീൻ എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളുടെയോ പ്രശ്നങ്ങളെ കുറിച്ചോ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ. പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ബ്ലോഗറും എഴുത്തുകാരിയുമായ രഞ്ജിനി വിനോദിന്റെ ക്ഷേത്രായനം എന്ന വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ഡോക്ടർ KB പ്രഭാകരൻ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ്, ജയൻ K മേനോൻ, K സുഗതൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, പ്രഹ്ലാദൻ മാമ്പറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 74ാമത് വാർഷിക കൺവെൻഷൻ ജനുവരി 7 മുതൽ 11 വരെ നടക്കും. കൺവെൻഷനിൽ ബ്രദർ ജോർജ് ചെറിയാൻ, ബ്രദർ ജോർജ് ഉമ്മൻ എന്നിവർ മുഖ്യ പ്രസംഗികരാകും. പൊതുയോഗാനന്തരം രാത്രി വാഹന സൗകര്യമുണ്ടായിരിക്കും. ചരമം. ഇരിങ്ങപ്പുറം പൊന്നരാശ്ശേരി ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായിരുന്ന പൊന്നരാശ്ശേരി PA ബാലകൃഷ്ണൻ നിര്യാതനായി. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് സ്വവസതിയിൽ നടക്കും. ചന്ദ്രിക ഭാര്യയും പരേതയായ വിദ്യ, വിപിൻ, ദിവ്യ എന്നിവർ മക്കളാണ്. കടപ്പുറം ഞോളി റോഡിന് വടക്ക് താമസിക്കുന്ന പരേതനായ ആനാംകടവിൽ ബീരു മകൻ മുഹമ്മദ് അലി നിര്യാതനായി. 75 വയസ്സായിരുന്നു. സഫിയ ഭാര്യയും മുഫീദ, മുനീഫ്, മുവാദ് എന്നിവർ മക്കളാണ്. ഖബറടക്കം ഇന്ന് വൈകിട്ട് 4:30-ന് കടപ്പുറം ഉപ്പാപ്പ പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.